നമ്മൾ പ്രയറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോ വിൽ ഫിനിഷ് ഇറ്റ് ടുഡേ. അല്ലെ ഒന്നും പ്രയറിനെ കുറിച്ച് ആയിരിക്കില്ല. ഞാൻ ഈ ഇംഗ്ലീഷ് പാട്ട് പാടിയപ്പോൾ പ്രയറിൻ്റെ കാര്യം ഒന്നുകൂടി ചിന്തിക്കുകയത് 877 ജസ്റ്റ് what a privilege to carry everything to God in prayer. What peace we often forfeit. What needless pain we bear. All because we do not carry everything to God in prayer. So, വളരെ meaningful അല്ലേ? What needless pain we bear because we do not carry everything to God in prayer. അതൊരു സത്യം. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിൾ ത്രൂ ഔട്ടുണ്ട്. സോ വി വിൽ കൺക്ലൂഡ് ടുഡേ. അപ്പം ഇതിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സ്റ്റിൽ ഹീബ്രൂസ് 11:6 വിശ്വാസം കൂടാതെ അവനെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ദൈവത്തെ സമീപിക്കുന്ന ഏവനും അവനുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണം. അതാ ബേസിക്. ഇത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൂ. കാരണം ദൈവത്തെ സമീപിക്കുന്ന ഏവന്, നമ്മൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ പിന്നെ ദൈവത്തെ സമീപിക്കില്ല. സ്റ്റിൽ ഒന്നോടെ ആ ഫെയ്ത്തിന്റെ ഒരു ഡിക്ലറേഷൻ ഇത്. ദൈവത്തെ സമീപിക്കുന്ന ഏവനും ദൈവം ഉണ്ടെന്നും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന് ദൈവത്തെ സമീപിക്കും. പക്ഷെ ആ ഒരു ആട്രിബ്യൂട്ട് അവിടെ പറയുന്നത്, അന്വേഷിക്കുന്ന ഏവനും അവൻ പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കണം. ജസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് പാടിയല്ലോ, വാട്ട് നീഡ്ലെസ് പെയിൻ വി ബെയർ ഓൺലി ബിക്കോസ് ക്യാരി എവറിത്തിങ് ടു പ്രയർ എന്ന് പറഞ്ഞാൽ, ഇത് പ്രയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് അവസാനം യേശുവിന്റെ നാമത്തിൽ നിന്നൊക്കെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന പ്രയർ. നോ, ദാറ്റ്സ് നോട്ട് ദി പ്രയർ വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ ദി ബൈബിൾ. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം, തെസ്സലോനിക്ക ലേഖനത്തില് വി ആർ ക്രിയേറ്റഡ് വിത്ത് ഇനഫ് ഇന്റലിജൻസ്. നമുക്ക് ദൈവബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട്, അത്യാവശ്യത്തിനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ പ്രേ വിത്തൗട്ട് സീസിങ് എന്നുള്ളത് ഇഫ് യു ആർ ടേക്കിംഗ് ലിറ്ററലി, അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മൈ കറക്റ്റ്. അപ്പൊ അതിന്റെ അർത്ഥം അത് ലിറ്ററൽ മീനിങ് അല്ല. സോ ഇറ്റ്സ് ആൻ അൺഇന്ററപ്റ്റഡ് റിലേഷൻ വിത്ത് ഗോഡ്. ദൈവമായിട്ട് 24/7 ബന്ധമാണ്. അതാ പ്രയർ. അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവൻ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു. പ്രയർ ഈസ് എ വേ ഓഫ് സെർച്ചിങ് ഗോഡ്. ഒരു അന്വേഷണം, അല്ലെ ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്ന. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടെന്നുള്ളത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. മെനി ടൈംസ് നമ്മളത് നഷ്ടപ്പെടുത്തുക. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ 2 എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഒന്ന്, അത് നമ്മളെല്ലാം ഓർത്തിരിക്കണം, ഇതുമായിട്ടുള്ള ബന്ധത്തിലാണ്. ബട്ട് എന്താ, 2 ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകം. എന്താ മീൻസ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിനകത്ത് നമുക്ക് യു ഹാവ് ടു ടെൽ ഫ്രം ദി സ്ക്രിപ്ചർ. എഴുതിയേക്കെന്ന് പറയണം. അല്ലെന്ന് അറിയാവുന്ന, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന. സ്റ്റിൽ Hebrews 6:12 ഇംഗ്ലീഷ് മലയാളം എല്ലാം തന്നെയാണ്. പകുതി വായിക്കാം. അലസരാകാതെ നിങ്ങൾ വിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരെ അനുകരിക്കണം. അതെ, നോക്ക്, വാഗ്ദത്തം അവകാശമാക്കുന്നതാണ് ദി ആൻസേർഡ് പ്രയർ. കാരണം വാഗ്ദത്തം ഇല്ലാത്ത, അല്ലെങ്കിൽ വചനം ഇല്ലാത്തടത്ത്, അല്ലെ പ്രോമിസ് ഇല്ലാത്തടത്ത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പറ്റുമോ എന്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? കാരണം നമുക്കിപ്പോൾ ലോട്ടറി എടുത്തിട്ട് കർത്താവ് എനിക്ക് ഈ ലോട്ടറി തരുന്നതെന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. സോ യുവർ പ്രയർ മസ്റ്റ് ബി ബേസ്ഡ് അപ്പൺ ദി സ്ക്രിപ്ചർ. വാഗ്ദത്തങ്ങളെ ബേസ് ചെയ്തായിരിക്കണം. ദൈവത്തിന്റെ സകല വാഗ്ദത്വവും ക്രിസ്തു യേശുവിൽ അതെ എന്നാണ്. അപ്പൊ വാഗ്ദത്തം ഇല്ലാത്തടത്ത് പ്രാർത്ഥനയില്ല. അല്ലെ നമ്മൾ വായിക്കുന്നില്ലേ 1 ജോണില്, അതായത് അവന്റെ ഹിതപ്രകാരം നമ്മൾ എന്താവശ്യപ്പെട്ടാലും അവൻ കേൾക്കും. അപ്പൊ ഇതില് ഈ രണ്ട് കാര്യം കൂടെ ഉണ്ടെങ്കിൽ നോക്ക്, വി വിൽ ബി വെരി പവർഫുൾ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും തോറും നമ്മുടെ ധൈര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വായിക്കില്ല 138:3 നമ്മൾ ഇന്ന് വായിക്കുന്നത്, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, അങ്ങനെ എന്റെ ധൈര്യം വർദ്ധിച്ചു. കാരണം നമുക്കൊരു കാര്യം ഉറപ്പാവും,
കാരണം നമ്മുടെ എന്ത് ബുദ്ധിമുട്ടിലും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിക്ടോറിയസ് ആയിട്ട് പുറത്തു വരും. അല്ലാതെ ആ പ്രശ്നം നമ്മൾ കോൺക്വർ ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമുക്ക് എത്താൻ പറ്റും ഗ്രാജുവലി, നോട്ട് ഇൻ എ സിംഗിൾ ഡേ. അതായത് എന്ത് പ്രശ്നം ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അതല്ലേ പോൾ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവന്. ഇൻ എ സ്മോൾ സെൻസ്, ഇപ്പം ഒരു ചെറിയ അളവില് ഇത് നമ്മളും അനുഭവിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്, അല്ലേ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ അങ്ങനെ ദൈവം ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും കാര്യം? അല്ല, നമ്മൾ ചെറിയ അളവെന്ന് ഇപ്പം പോള് പറയുന്ന പോളിന്റെ അളവിൽ നമ്മൾ ആരും ആയിട്ടില്ല. അറ്റ് ദി സെയിം ടൈം ഇപ്പം നമ്മൾ അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ ഇവിടെ കണ്ട രണ്ട് കാര്യമാണ് ചിന്തിക്കാറുള്ളതാണ്. ഒന്ന് വിശ്വാസവും എന്താ അല്ലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള രണ്ട് എസെൻഷ്യൽ കണ്ടീഷൻസ്. Hebrews 6:12 നമ്മൾ വായിച്ചു. കാരണം നമ്മളെല്ലാം നമ്മളുടെ നല്ല കോൺഫിഡൻസോടും സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും ഒക്കെ കൂടി ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. 6:12 നമ്മൾ വായിച്ചു. That you do not become sluggish, but imitate those who through faith and patience inherit the promises. ദൈവം ഡിമാൻഡ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അതായത് വാഗ്ദത്തം അവകാശമാക്കിയവരെ അനുകരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഗ്ദത്തങ്ങൾ അവകാശമാക്കണം എന്നാണ്. എക്സാമ്പിൾ അബ്രാഹാമാണ്. പക്ഷെ അതില് രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിശ്വാസം, ഒന്ന് പേഷ്യൻസ്, എൻഡ്യൂറൻസ്. ഇതിനകത്ത് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ വിശ്വാസം നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് കർത്താവിൽ വിശ്വാസം ഇല്ലാത്ത ആരും ഇവിടെ ഇരിക്കുന്നില്ല, ഇല്ല. നമുക്ക് എല്ലാവർക്കും കർത്താവിൽ വിശ്വാസമുണ്ട്. ബട്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മളതങ്ങ് ലീവ് ചെയ്യും. ദാറ്റ് മീൻസ് എൻഡ്യൂറൻസ് ഇല്ല, നമ്മളത് ഇടയ്ക്ക് ക്വിറ്റ് ചെയ്യും. അതുകൊണ്ട് അബ്രാഹത്തിന്റെ എക്സാമ്പിൾ ഇമ്മീഡിയറ്റ്ലി കൊടുത്തല്ലേ 13 തുടങ്ങി വായിച്ചേക്കും. When God made a promise to Abraham, because he could swear by no one greater, he swore by himself, saying, surely blessing I will bless you, and multiplying I will multiply you. So after he had patiently endured, he obtained the promise. അപ്പൊ ദൈവത്തിന് ഇപ്പം പൗലോസൊക്കെ ഭൂതത്തെ പുറത്താക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അല്ലെ, അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷെ ദൈവത്തിന് അങ്ങനെ നാമം പറയാനില്ലാത്തതുകൊണ്ട് എന്ത് പറഞ്ഞു? ഐ വിൽ ഡു ഇറ്റ്. അതവിടെ എഴുതിയേക്കുന്നത്. ഞാൻ അതിനൊക്കെ ഗ്രേറ്റർ ആയിട്ട് അല്ല ഇന്ന ആള് ചെയ്യുമെന്ന് പറഞ്ഞു സാക്ഷ്യപ്പെടുത്താൻ അതിനൊക്കെ ഗ്രേറ്റർ ആയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഷുവർലി ഐ വിൽ ബ്ലസ് യു ആൻഡ് മൾട്ടിപ്ലൈ ഐ വിൽ മൾട്ടിപ്ലൈ യു, മൾട്ടിപ്ലൈങ് ഐ വിൽ മൾട്ടിപ്ലൈ യു. സോ ആഫ്റ്റർ ഹി ഹാഡ് പേഷ്യന്റ്ലി എൻഡ്യൂർഡ് ഹി ഒബ്റ്റെയിൻ ദി പ്രോമിസ്. നമ്മള് ജെയിംസ് വായിക്കുമ്പോൾ അതോടെ നമ്മളിന്ന് പ്രാർത്ഥന കണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുക. എന്നാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഈ ജെയിംസ് 5 അതിന്റെ 15ാം സെന്റൻസിൽ അതിന്റെ ഒരു പാർട്ട്, ദോ ഇറ്റ്സ് ഇൻ റിലേഷൻ വിത്ത് ഹീലിംഗ്, സൗഖ്യവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇറ്റ്സ് ആപ്ലിക്കബിൾ ഇൻ ഓൾ ഡിഫറെന്റ് ഫീൽഡ്സ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന പ്രശ്നം പരിഹരിക്കുന്ന ഞാനാക്കുക, രോഗിയെ രക്ഷിക്കുന്നുള്ള ഒരു കാര്യം. കാരണം അത് രോഗത്തിന്റെ കാര്യത്തിന് മാത്രമല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത് പ്രശ്ന പരിഹാരം ഉണ്ടാക്കും അതിന്. അപ്പൊ വിശ്വാസം നമുക്കുണ്ട്, കാരണം നമുക്ക് കർത്താവിൽ വിശ്വാസമുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മള് പലപ്പോഴും ഇടയ്ക്ക് ഇട്ടിട്ട് പോകും, അത് വേണ്ടാന്ന് വെക്കും. കാരണം വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിലേഡ്. അപ്പൊ ഇതില് ഈ ഹീലിങ്ങും മിറക്കിളും തമ്മിലുള്ള വ്യത്യാസം എന്താ ബെൻസി? ഞാൻ ബെൻസിയോടെല്ലാം ചോദിക്കുന്നത് ഹീലിങ്ങും മിറക്കിളും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഈ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് വായിച്ചിട്ടില്ലേ? ലേ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല? എവിടെ എഴുതിയിരിക്കുന്നത്? എവിടെ? ഗലേഷ്യൻസിൽ വായിച്ചിട്ടില്ല നമ്മളാരും. ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എവിടെയാ ബെൻസി? ഫസ്റ്റ് കൊറിന്ത്യൻസ് 12. അപ്പൊ അത് രണ്ടും രണ്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗും ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസും രണ്ടും രണ്ടാം. അത് ഇത്തിരി കൺഫ്യൂസ്ഡ് ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ വായിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ രോഗശാന്തി വരുന്നതായിരിക്കും. സോൺ ആൻഡ് ദി സെയിം. ആ 12 ഫസ്റ്റ് കൊറിന്ത്യൻസ് 12 വായിച്ചാണ്. അതിന്റെ 7 തുടങ്ങിയുള്ള ആ രണ്ട് ഗിഫ്റ്റും സെപ്പറേറ്റ് ആയിട്ട് വായിച്ചാൽ മതി, മുഴുവൻ വായിക്കണമെന്നില്ല.
To another, Yeah. verse 9, to another faith by the same Spirit, to another gifts of healing by the same Spirit, to another the working of miracles. അത് വലിയൊരു തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോ ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ രാവിലെ സുഖമായി അത് ലീവ് ചെയ്തു. പക്ഷെ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഇറ്റ് ടേക്സ് ടൈം. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് നോക്ക്, അത് ഭയങ്കര നമ്മൾ ഈ സൗഖ്യത്തെ ഈ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗും ഗിഫ്റ്റ് ഓഫ് മിറക്കിളും തമ്മിൽ കൺഫ്യൂസിംഗ് ആണ്. ഇപ്പൊ കർത്താവ് 38 വർഷം തളർവാദ രോഗിയായിട്ടിരുന്ന ആളോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. ഇറ്റ്സ് നോട്ട് ഹീലിംഗ്, ഇറ്റ്സ് എ മിറക്കിൾ. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഹീലിംഗ് ഉണ്ടതിന്റെ കൂടെ, ബട്ട് ഇറ്റ്സ് എ അതൊരു അത്ഭുതം അത് അല്ലേ. അല്ലെങ്കിൽ ജന്മന പിറവി കുരുടനായിരുന്ന ഒരാളെ കർത്താവ് കണ്ണിൽ ഇതൊക്കെ തെറ്റി പോയി കുളിക്കാൻ പറഞ്ഞു. അത് ഹീലിംഗ് അല്ല, അത് ഇറ്റ്സ് നോട്ട് ഹീലിംഗ്. അത് ഹീലിംഗ് ആണോ? മിറക്കിൾ അത്. അപ്പൊ നമ്മളിപ്പോ ഒരു ശരി മൈഗ്രെയിന് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ ഒരു ദിവസം കൂടെ മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ വിചാരിക്കുന്നതിനാ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. നോ, ഹീലിംഗ് ടേക്സ് ടൈം. ഹീലിംഗ് ഇറ്റ് മേ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അപ്പൊ പക്ഷെ നമുക്ക് അപ്പൊ അവിടെ നമ്മുടെ വിശ്വാസം പോയി, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേട്ടില്ല എന്നുള്ള അതിന്റെ കൺക്ലൂഷൻ. അതോടുകൂടി ദൈവത്തിന്റെ വർക്കിംഗ് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ ഹീലിംഗ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ടേക്സ്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഒരാളുടെ ബോൺ ഫ്രാക്ചർ ഉണ്ടായി, അത് ചേർത്ത് വെച്ച് കെട്ടാനില്ല. അത് ഒരു വൈദ്യശാസ്ത്രത്തിന് ഒരു ദിവസം കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? അപ്പോ ഇറ്റ്സ് ഗെറ്റിംഗ് ഹീൽഡ്. അത് മിറക്കിൾ അനുസരിച്ചാണെങ്കിൽ ആ സെക്കൻഡ് തുടങ്ങി പിറ്റേ ദിവസം അപ്പം തന്നെ കൈ ശരിയാവും ഇല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ ഹീലിംഗ് ആണ്. പക്ഷെ നമ്മൾ അതിനെ ഈ മിറക്കിളുമായിട്ട് അങ്ങ് കൺഫ്യൂസ്ഡ് ആക്കി. അല്ലെ ആ സെന്റൻസ് ജെയിംസിലെ അപ്പൊ വായിച്ച സെന്റൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇതിനിടയ്ക്ക് ഇത് വിട്ടുകളയുക, അതായത് എൻഡ്യൂറൻസ്. അപ്പൊ ഇപ്പൊ ഇന്നൊരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, തലവേദന മാറാൻ പ്രാർത്ഥിച്ചു, നാളെ തലവേദന വന്നു. അപ്പൊ അതോടുകൂടി ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, ദൈവം ആക്ട് ചെയ്തില്ല എന്നുള്ള കൺക്ലൂഷനില് സംടൈംസ് ഗോഡ് മേ ടേക്ക് ഇയേഴ്സ് ടു ഹീൽ. ഇറ്റ്സ് ഡിസിഷൻ. ഇവിടെ പറഞ്ഞേക്കുന്ന എക്സാമ്പിള് ഈ ഹീലിംഗിന് എത്ര വർഷം എടുക്കുന്ന ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വായിച്ചു. And the prayer of faith will save the sick, and the Lord will raise him up. And if he has committed sin, amplified വായിച്ചു. And the prayer of faith will restore the one who is sick, and the Lord will raise him up. And if he has committed sins, he will be forgiven. അവിടെ ഈ ഹീലിംഗ് എന്നുള്ളൊരു Verse 16. 16 വായിച്ചു. Confess your trespasses to one another and pray for one another that you may be healed. കണ്ടോ, ഹീൽഡ്. ഹീലിംഗ് എന്ന് പറയുന്നത് നാച്ചുറലി ഹീലിംഗ് ഒരു സ്ലോ പ്രോസസ്സാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന എക്സാമ്പിളും ഹീലിംഗ് ആണോ അല്ലേ? There was infertility in the house of Abraham. ഇൻഫെർട്ടിലിറ്റി ഒരു രോഗമാണോ? അതെ അല്ലേ? ഇത് രോഗമല്ലേ, ചികിത്സിച്ച് സുഖമാക്കുന്നല്ലേ മെനി ടൈംസ്. ഇപ്പോ രോഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി ഒരു രോഗമായിട്ട് എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിരിക്കുന്ന പറയാം, ക്വിസ് ചോദിക്കാം. എവിടെയാ അമ്മീന? ജെനിസിസിലാണ് മുഴുവൻ ഇൻഫെർട്ടിലിറ്റി. അപ്പൊ എവിടെയാന്ന് പറയാം? അത് രോഗമായിട്ട്, റബേക്കയ്ക്ക് പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞേ അതൊരു രോഗമായിട്ട് എഴുതിയേക്കുന്നു പറഞ്ഞു. അതായത് ആക്യുറേറ്റ്ലി ഡിവൈഡിങ് ദി വേർഡ് ഓഫ് ട്രൂത്ത്. ആക്യുറേറ്റ്ലി ഡിവൈഡിങ് ദി വേർഡ് ഓഫ് ട്രൂത്ത് എവിടെയത്? കറക്റ്റ്, അബിമലേക്ക്. എവിടെയാ ചാപ്റ്റർ എനിക്കപ്പോ പിടിയില്ല. ഇടദോഷം വലദോഷം 20 ലാസ്റ്റ് വേർഡ് വെച്ച് ബാബു നോക്കിക്കോളൂ. 18 ലാസ്റ്റ് വേർഡ് 17 കാരണം 17 തുടങ്ങി വായിച്ചു. 17 കുറ്റമറ്റവനായ നീ കുറ്റമറ്റവനായിരിക്കുന്നു. അപ്പോൾ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബീമേലെക്കിനെ സുഖപ്പെടുത്തി. അയാളുടെ ഭാര്യയെയും അടിമ സ്ത്രീകളെയും ദൈവം സുഖപ്പെടുത്തി. അങ്ങനെ അവർ പ്രസവിച്ചു. കാരണം അബ്രഹാമിന്റെ ഭാര്യയായ സാറാ നിമിത്തം കർത്താവ് അബീമേലെക്കിന്റെ ഭവനത്തിലെ ഗർഭപാത്രമെല്ലാം അടച്ചിരുന്നു. അതിന് മുമ്പ് പറഞ്ഞ ഹീൽ ചെയ്തെന്ന അബിമേലെക്ക് 17 ഇംഗ്ലീഷ് വായിച്ചു. So Abraham prayed to God, and God healed Abimelech, his wife, and his female servants. Then they bore children.
For the Lord had closed up all the wombs of the house of Abimelech because of Sarah, Abraham's wife. അപ്പൊ ആ പ്രാർത്ഥിച്ചതിന് പിറ്റേ ദിവസം ഇവരൊക്കെ പ്രസവിച്ചെന്നാണോ? നോ, ഇറ്റ് വാസ് ഹീൽഡ്. അപ്പൊ നമ്മളിതിൽ ഈ പ്രാർത്ഥനയായിട്ടുള്ള ബന്ധത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ഹീലിംഗ് ഈസ്, നോക്ക്, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേൾക്കാതിരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷെ മെനി ടൈംസ് നമ്മൾ അതിനിടയ്ക്ക് ക്വിറ്റ് ചെയ്യും, നമ്മുടെ വിശ്വാസം പോകും. കാരണം തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും തലവേദന ഉണ്ടായി. ഞാൻ ഈ മെറിനോടൊന്ന് ചോദിക്കാറുണ്ട്, തലവേദന ഉണ്ടാകാറുണ്ട്. അപ്പൊ പറയും കഴിഞ്ഞ ആഴ്ച ഉണ്ടായില്ല, മീൻസ് ഇനി അടുത്ത ആഴ്ച കൂടെ നോക്കോ ഇത് വരുന്നുണ്ടോ, എപ്പോഴാണ് വരുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. സോ വി ആർ ഫെയിലിംഗ് ടു, അത് കുഴപ്പമില്ല, കുറെ വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ബട്ട് നമ്മൾ കർത്താവിനെ അങ്ങ് വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്ന ഒരു ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കില്ല. അതിന് ഭയങ്കര പവറാണ് വിശ്വാസത്തിന്. One who puts his trust in the Lord will never put to shame. അപ്പൊ ഇതില് ഈ പ്രാർത്ഥനയുടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു ഇല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനോട് പറയാം ജോബ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരും അല്ലേ? തന്നെ ഇവിടെ അബ്രാഹാം പ്രാർത്ഥിച്ചപ്പോഴാണ് അബിമേലെക്കിന് സൗഖ്യം കിട്ടിയത്. അപ്പൊ ഇങ്ങനെ അതാ യാക്കോബി പറയുന്നത്, നിങ്ങൾ പരസ്പരം പാപം ഏറ്റുപറയുക, പരസ്പരം പ്രാർത്ഥിക്കുക, അങ്ങനെ സൗഖ്യം പ്രാപിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ ഒരാൾക്കെതിരെ ഒരു പാപം ചെയ്താൽ അത് ഇറ്റ് ക്യാൻ ഹാപ്പൻ അല്ലെ? ഇപ്പൊ നമ്മൾ ഈ ഒരു ലേഖനത്തിൽ കാണുന്നില്ല, 2 സഹോദരിമാര് തമ്മിൽ പണക്കാരുന്നു. ഏത് പുസ്തകം പിന്നെ അത് തന്നെ നിരാശപ്പെടുത്തിയിട്ട് ബെൻസി ആക്സിലാണ് 2 പേര് തമ്മിൽ പണക്കാട്ടിരുന്നത്. ഏതാ കിച്ചു? ആ കിച്ചു ആണ് നമ്മുടെ സൊല്യൂഷൻ. കറക്റ്റ്. ഫിലിപ്പീൻസില് കിച്ചുവിനൊരു കൃപയുണ്ടെന്ന് പറയാം. ഫിലിപ്പീൻസ് 4 അത് നമുക്ക് കിച്ചു പറഞ്ഞ് ശരിയാണെന്ന് നോക്കിയിട്ട്. വായിച്ചോ ബാബു, സ്റ്റാർട്ടിങ് നോക്കിയോ 4-ന്റെ. പ്രിയപ്പെട്ട സഹോദരരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്റെ ആനന്ദവും കിരീടവുമായ പ്രിയരെ, ഇപ്രകാരം കർത്താവിൽ ഉറച്ചു നിൽക്കുക. കർത്താവിൽ രമ്യതയിലാകാൻ യുവോദ്യയോടും സുന്ദുക്കയോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ വിശ്വസ്തനായ കൂട്ടുജോലിക്കാര, ആ സ്ത്രീകളെ നീ സഹായിക്കണം. ക്ലമന്റിനോടും മറ്റു കൂട്ടുജോലിക്കാരോടുമൊത്ത് സുവിശേഷ പ്രചരണത്തിന് അവർ എന്റെ കൂടെ അധ്വാനിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം പേരുകൾ ആയുസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടും രക്ഷിക്കപ്പെട്ടതാന്നുള്ള കാര്യത്തിൽ പോൾ സർട്ടിഫൈ ചെയ്ത, അപ്പൊ പിന്നെ there is no reason to doubt it അല്ലേ? പക്ഷെ ഇതാണ് നമ്മൾ അറിയേണ്ടത്, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ദൈവം ഇത് പോളിന്റെ എക്സ്പെക്ടേഷൻ സെയിം ആസ് ദി എക്സ്പെക്ടേഷൻ ഓഫ് ദി ലോർഡ് അല്ലേ? സെയിം ആണ്. അപ്പൊ കർത്താവിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇവർ ജീവിക്കുന്നില്ല. അതെ, നമ്മളെല്ലാം ഇതിനകത്ത് എന്തോ അൺഫോർഗീവ്നെസ് തന്നെയാണല്ലോ അല്ലേ? പിന്നെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ഇഫ് യു ആർ റീഡിങ് എഫേഷ്യൻസ് 4:32 ക്രിസ്തു വഴി ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുക. അതെ, അപ്പൊ അവിടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുക, ക്രിസ്തു വഴി ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുക. നമുക്ക് ഒരു അൺകണ്ടീഷണൽ മീൻസ് ഒന്നും ബാക്കി വെച്ചിട്ടില്ല അല്ലെ? ടോട്ടൽ ഫോർഗീവ്നെസ് ആണ്. നമ്മൾ നോക്കിയ ഏറ്റവും നല്ല ക്രിസ്ത്യൻ ആട്രിബ്യൂട്ട്, ഏറ്റവും വലിയ ക്രിസ്ത്യൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. നമുക്ക് ഫോർഗീവ്നെസ് കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എടുത്താൽ അത് ഫോർഗീവ്നെസ് അല്ലെ? ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കണം. കണ്ടീഷൻ വെച്ചേക്ക്, ഒരു മെഷറിംഗ് റോഡ് കൊടുത്തേക്കുക, ഇങ്ങനെ ഒരളവ് പോലെ ഒരു ബെഞ്ച് മാർക്കിങ് നമ്മൾ കൊടുത്തേക്കുക. എന്നിട്ട് നമ്മൾ ക്ഷമിക്കില്ലെങ്കിലോ? നമുക്ക് ഇത് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ്. ഈ 2 സഹോദരിമാര് രക്ഷിക്കപ്പെടാത്തവരാ, അല്ല സോറി രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷെ ലീവിങ് ലൈക്ക് രക്ഷിക്കപ്പെടാത്തവരെ. അപ്പൊ ഇതൊരു അവര് തീർച്ചയായിട്ടും അവര് രമ്യതയിലായിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവർ രമ്യതയിലായില്ല എന്നിരിക്കട്ടെ, അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. രമ്യത അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റില്ല ക്രിസ്ത്യൻ ലൈഫിൽ. നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ പ്രൂഫ് എന്താ? വെറുതെ പറയുന്നല്ല, നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ 4 ഡയമെൻഷനലി സ്റ്റഡി ചെയ്യണം. അതിന്റെ നീളവും വീതിയും ആഴവും ഉയരവും. ഇവര് രമ്യതയിലാകാതെ ഇവർക്ക് ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതിന്റെ പ്രൂഫ് എന്താ?
പ്രൂഫുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. എന്താ സിനി? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ഈ പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റിയിൽ ഇതെല്ലാം കാണുന്നുണ്ട്. പിണങ്ങി അങ്ങോട്ട് പിണങ്ങി പോയി, പിന്നെ പോയി നേരെ കണ്ടാൽ മിണ്ടില്ല, എടുക്കില്ല. ഇങ്ങനെ ഒരു ജീവിതം നമ്മൾ കാണുന്ന ഇത് ഐദർ 2 റീസൺസ്. ഒന്ന്, രക്ഷിക്കപ്പെടാത്തവരായിരിക്കും. രക്ഷിക്കപ്പെടാത്തവർക്ക് ബാലശിക്ഷ കിട്ടില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചർച്ചയിൽ കൂടുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടാന്ന്. നോ, വി ആർ ടു ജഡ്ജ് അവർ സെൽസ്. അപ്പൊ കൊറിന്ത സഭയില് അൺഫോർഗീവ്നെസ്സാ. കാരണം ഒരേ അപ്പത്തിൽ നിന്ന് കഴിക്കാം, പക്ഷെ അൺഫോർഗീവ്നെസ്സാ. ദേ ഫെയിൽ ടു ജഡ്ജ് കറക്റ്റ്ലി. ഒന്ന്, അവരുടെ ഇടയിൽ പോൾ പറയുന്നത് എന്താ? ഇമ്മീഡിയറ്റ്ലി ഓർക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട്, ഞാൻ കേൾക്കുന്നു, അദ്ദേഹം കുറേയൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇവിടെ പിണക്ക ഫിലിപ്പിലെ ലേഖനത്തിൽ അല്ല, ഇത് പിണക്കല്ലേ, കണ്ടാൽ മിണ്ടില്ല. ഓപ്പോസിറ്റ് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു പോകും. ഇതൊക്കെ ലോകത്തിൽ കോമൺ ആണ്. ബട്ട് നടക്കാത്തൊരു സ്ഥലം ഇത്. കൊറിന്ത സഭയില് ദേ ഫെയിൽ ടു റിക്കൺസൈൽ. കർത്താവ് പറഞ്ഞു, നമ്മുടെ ശുശ്രൂഷ അവിടെ കഴിഞ്ഞു മോനെ, ഇനിയുള്ള ശുശ്രൂഷ സ്വർഗത്തില. കിൽഡ് ഹിം. അവരെ കൊന്നുകൊണ്ടുപോയി കർത്താവ്. നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തില്. അതാ ഞാൻ പറഞ്ഞ സന്തൂക്കയും കുന്തൂക്കയും അവർ റിക്കൺസൈൽഡ് ആയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഫിലിപ്പീൻസ് സഭയിൽ അവർ കാണില്ല. കാരണം ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നൊരു പ്രസ്ഥാനം അല്ല ഇത്. കാരണം കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയ ദൈവത്തിന്റെ സഭയാണ്. കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയ ദൈവത്തിന്റെ സഭ വായിച്ചിട്ടില്ലേ? എവിടെയെങ്കിലും ബുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും പാസ് മാർക്കാം. ബുക്ക് പറഞ്ഞില്ലെങ്കിൽ ഫെയിലാണ്. തിമോത്തിയാണ്. അത് ഞാൻ അതിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഈ ആക്സ് 20:27 ദൈവത്തിന്റെ തിരുമനസ് മുഴുവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങളെ തന്നെയും ആട്ടിൻപറ്റ മുഴുവനെയും ശ്രദ്ധിച്ചുകൊള്ളുക. കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയ ദൈവത്തിന്റെ സഭയെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേലന്വേഷകരായി നിയമിച്ചിരിക്കുന്നു. ട്രിനിറ്റി അപ്പിയർഡ് ഇൻ ദി സെയിം സെന്റൻസ് അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 28 ഇംഗ്ലീഷിൽ. Therefore, take heed to yourselves and to all the flock, among which the Holy Spirit has made you overseers, to shepherd the church of God, which He Church of God. God എന്ന് ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയിരിക്കുന്നല്ല, ഫാദറിനെ ഉദ്ദേശിച്ച. വായിച്ച ഫാദർ. To shepherd the church of God, which He purchased with His own blood. അതായത് ദൈവം, കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയ ദൈവത്തിന്റെ സഭയെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ നമ്മളൊരു സാധനത്തിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം അധികം കാണാറില്ല. $10 ഫാൻ ഉണ്ടായിരുന്നു ഈ റോഡ് സൈഡിൽ. ഒരു വർഷം കഴിയുമ്പോൾ വരും അത്. ആ ഫാൻ കേടായാലും അത് അഴിച്ചു നോക്കാൻ പോലും മെനക്കെടാറില്ല. ഉണ്ടോ? പോകും ഇല്ല. അതേസമയം $100,000 ഒരു സാധനം മേടിച്ചാൽ, ഇപ്പൊ കമ്പ്യൂട്ടർ $2,000 ഒരു കമ്പ്യൂട്ടർ മേടിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു $300 കമ്പ്യൂട്ടർ. സോ ഒരു സാധനത്തിന്റെ വാല്യൂ അല്ലെ വില മീൻസ് അതിന്റെ എന്താ പറയുന്നത്, ഇമ്പോർട്ടൻസ് നിശ്ചയിക്കപ്പെടുന്നതിന് കൊടുക്കുന്ന വാല്യൂ ഇല്ലേ? അപ്പൊ സഭയോളം വാല്യൂ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ? കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയതാണ്. കർത്താവ് സ്വന്തം രക്തം വിലയായിട്ട് കൊടുത്ത് നേടിയതാണ്. അതുകൊണ്ട് ആ കിങ്ഡത്തിൽ ജീവിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ കിങ്ഡത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ഡിസൊബീഡിയൻസ് ക്ഷമിക്കും, ബട്ട് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റാണ്. ബൈബിളിൽ കാണുന്ന കാര്യമല്ല. കൊറിന്ത സഭയിൽ എന്താ പറഞ്ഞെങ്കിൽ, നിങ്ങൾ ഇത് മുഖാന്തരം നിങ്ങൾ ബലഹീനരായി, രോഗികളായി, മരിച്ചെന്നല്ല ബീന, എന്താ അല്ല ഉറക്കം കിട്ടിയെന്ന അല്ല, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അല്ല ഉറക്കം കിട്ടും, പിന്നെ ഉണരാത്ത ഉറക്കം കിട്ടും. അപ്പൊ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് ഇഷ്ടം പോലെ പലപ്പോഴും നോക്കാം. ഇപ്പൊ കല്യാണം കഴിക്കുന്ന പോലെ കർത്താവിലേക്ക് വരുന്നത്. കല്യാണം കഴിച്ചിട്ടുള്ളവരോട് ചോദിച്ചോണ്ട്, ഈ പള്ളിയിലായിരിക്കും കല്യാണം കഴിച്ച്, എവിടെയെങ്കിലുമൊക്കെ ആകട്ടെ, എങ്ങനെയൊക്കെ പറഞ്ഞ സോണി കല്യാണം കഴിച്ച് സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും. കല്യാണം കഴിച്ചിട്ട് ആദ്യം ഉണ്ടാകുന്നൊരു ഏർലി ഹണിമൂണൊക്കെ എല്ലാവരും സ്വീറ്റായിട്ട് നടന്നിട്ട്
the first bitter experience starts when the wife is getting pregnant. Am I correct? എന്താ ശരി, am I correct? തെറ്റാണോ? ഈ സ്മൂത്ത് ആയിട്ടുള്ള കല്യാണ ജീവിതം കഴിച്ചിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രഗ്നന്റ് ആകുമ്പോഴല്ലേ? ആണല്ലോ. പ്രഗ്നൻസി കൂടി 8-9 മാസം ആകുമ്പോൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് പറഞ്ഞു വിടും. സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്ക് കൂടിക്കോളാം, ഒന്നിച്ച് നിന്നോളാം എന്നൊക്കെ പറഞ്ഞു വാഗ്ദത്തൊക്കെ ഏറ്റു പറഞ്ഞ് സത്യപ്രതിജ്ഞയൊക്കെ നടത്തി കല്യാണം കഴിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ പറയും, ഷീസ് മോർ ഹാപ്പി വിത്ത് ഹർ മം. എന്നാ പിന്നെ അവിടെ നിന്നാ പോലെ ഒരു പ്രസവം കഴിഞ്ഞ് 5-6 മാസം ആകുമ്പോൾ തിരികെ കൊണ്ടുവരും. സോ മെനി ടൈംസ് ഓൾ ദി കവനൻസ് ആർ ബ്രോക്കൺ. ഞാൻ പറഞ്ഞത് ഇവിടെ കർത്താവ് എന്താ പറയുക, നമ്മള് ഈ ഒരു വാക്ക് കൊടുത്താൽ കയറുന്നത്, യേശുവിനെ കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞാൽ കയറുന്നത്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഇതാ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയല്ല ഈ സത്യവാക്കുന്നത്. ഇപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഈ ഇത് നിൽക്കില്ലേ, ഗ്യാരണ്ടി നിൽക്കില്ലേ? ഗ്യാരണ്ടി നിൽക്കുമ്പോൾ എങ്ങനെ അടിയിൽ ഒപ്പിടുന്നത്? കണ്ടീഷൻ വായിച്ചിട്ടാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്? നോ, കണ്ടീഷൻ വായിച്ച് ആരും ഒപ്പിട്ട് കൊടുക്കില്ല. കാരണം നമ്മുടെ സ്വത്തും പ്രോപ്പർട്ടി എല്ലാം പിടിച്ചോണ്ട് പോകാന്നുള്ള ഗ്യാരണ്ടിയാ. am I correct? ഇപ്പൊ കല്യാണത്തിന് അതിന്റെ കണ്ടീഷൻ മനസ്സിലാക്കിയല്ല, ബാങ്ക് ലോൺ എടുക്കുമ്പോൾ കണ്ടീഷൻ മനസ്സിലാക്കിയല്ല, സെയിം വേ ഈ സ്നാനപ്പെടുമ്പോഴും കണ്ടീഷൻ മനസ്സിലാക്കിയല്ല. സോ യേശുവിന്റെ കർത്താവ് നേരിട്ട് പറയുമ്പോൾ അതിന്റെ മീനിങ് മനസ്സിലാക്കുന്നില്ല. യേശുവിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ യു ആർ വോളണ്ടറിലി യു ആർ ഡിക്ലെയറിങ് ഓർ അക്സെപ്റ്റിംഗ് യുവർ ഡെത്ത്. മരിക്കാൻ തയ്യാറാകുക. ഒരു ഫിസിക്കൽ റിലത്തില് ഒരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുമോ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. am I correct? അതുപോലെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് ഈ ആൾക്കാർ സ്നാനപ്പെടുന്നത്. ആ ഒരു വേർഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കാന്ന് പറയുന്നത്. എന്നിട്ട് ഈ കണ്ടീഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭാര്യ പ്രസവിക്കാറാകുമ്പോൾ വീട്ടിൽ കൊണ്ടുവിടുന്ന പോലെ, ബാങ്ക് ലോൺ കണ്ടീഷൻ വായിക്കാതെ ഒപ്പിടുന്ന പോലെ, ഈ യേശുവിനെ കർത്താവാന്ന് ഏറ്റു പറയുന്ന ഒന്നും മനസ്സിലാക്കിയിട്ടല്ല. അതുകൊണ്ട് ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ് ഇൻ ദി ചർച്ചസിൽ കാണുന്നതാ. അതായത് മരിച്ച ആൾക്കാരല്ല, മരിച്ച ആൾക്കാരാണെങ്കിൽ അവിടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ പക്ഷെ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ മരിച്ചതാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി, അല്ല മരിക്കില്ല പെട്ടെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കുന്നത്, ആകയാൽ സകല കാപട്യം, സകല വഞ്ചനയും, സകല ഇതെല്ലാം വിട്ടു വളർന്നു വരാൻ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താ, ഞാൻ മരിച്ചതാണ്. കാരണം എനിക്കിനി എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, അതുപോലെ നമ്മൾ പറയില്ലേ, ക്രിസ്തുവിലുള്ളവനെല്ലാം പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. വീണ്ടും വീടുകളിലൊക്കെ എഴുതി വയ്ക്കുന്ന ബോർഡർ, അത് നമ്മൾ എന്നും പറയുന്നത് എന്താ, പഴയത് കടന്നുപോയി എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു പറഞ്ഞാൽ എന്താ, സ്പെസിഫിക് ആയിട്ട് അറിയണം. എന്താ ബെൻസി? അല്ല സെയിം ബൈബിളിലെ വേർഡ് എന്താ ബെൻസി ഓർക്കണം? അതെ, നോ ലോങ്ങർ, അതായത് വേർഡ് നോ ലോങ്ങർ ഐ ലീവ് ഫോർ മൈസെൽഫ് ബട്ട് ഫോർ ദി വൺ ഹു ഡൈഡ് ആൻഡ് റോസ് ഫോർ മീ. അത് ജെന്യൂനാകാത്തവരാരും രക്ഷിക്കപ്പെട്ടൊന്നുമില്ല, വെറുതെ പുതിയ സൃഷ്ടിയാന്നൊക്കെ പറയുന്നത്. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ്. നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടി ജീവിക്കാൻ ഒരു റൈറ്റും ഇല്ല, കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള റൈറ്റും. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ആൾക്കാർ ഫെയിൽ ആകുന്നത് ഇതിനകത്ത്. അപ്പൊ കമ്മിങ് ബാക്ക് ടു, അപ്പൊ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന സൗഖ്യം തരാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. കർത്താവ് രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ സൗഖ്യത്തിന് അവകാശിയാണ്. നമുക്ക് സീറോ ഫിനീഷ്യൻ സ്ത്രീ വന്നിട്ട് കർത്താവിനോട് ഹീലിംഗ് ആവശ്യപ്പെട്ടു. അപ്പൊ കർത്താവ് പറഞ്ഞു എന്താണ് ഇവിടെ സീറോ ഫിനീഷ്യൻ സ്ത്രീ വന്നൊരു സംഭവം അറിയാം, പറഞ്ഞു കഴിയുമ്പോൾ ഓർമ്മ വരും. മക്കളുടെ അപ്പം എടുത്ത് നാട്ടിലേക്ക് ഇട്ടു വായിച്ചിട്ടില്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞത് ഇത് മക്കളുടെ അപ്പ ഹീലിംഗ്. അപ്പൊ നമ്മൾ മക്കളാണെങ്കിൽ ഹീലിങ്ങിന് അവകാശികളാണ്. അപ്പൊ നമുക്ക് എന്ത് രോഗമാണേലും ഈ കിട്ടാത്തതിന്റെ ഒരു റീസൺ ഇതാ, ഈ ഹീലിംഗും മിറക്കിളും കൂടെ തമ്മിൽ കൺഫ്യൂസ് ചെയ്തേക്കുന്നുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിച്ച ഹീലിംഗ് വിൽ കണ്ടിന്യൂ, ഇറ്റ് വിൽ കം. കാരണം കർത്താവിന്റെ ഗാകുൽത്തായിലെ മരണത്തില് ശാപം, രോഗം, പാപം മൂന്നുണ്ട്. അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഹീലിംഗ് കണ്ടിന്യൂസ്ലി ഹി വാസ് ഹീലിംഗ്. അവിടെ ഐസയ 53 കോട്ട് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നോ? അതെവിടെ മീൻസി ഏത് ഹോസ്പിറ്റലാന്ന് പറഞ്ഞത് പെട്ടെന്ന് ഓർച്ചിനി ഒറ്റ സ്ഥലത്തെ കോട്ട് ചെയ്തിട്ടുള്ളൂ. ഏത് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു? ഇത്രയൊക്കെ സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞേ പറ്റൂ. ഈ ബൈബിൾ പഠിക്കാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ബൈബിൾ പഠിച്ചുകൊണ്ട് ഗുണപ്പെടുന്നല്ല, ബൈബിൾ പഠിക്കാതെ ഗുണപ്പെടില്ല. അതായത് അയക്കാൻ
അതൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. അതായത് ബൈബിൾ പഠിക്കാതെ ഗുണപ്പെടില്ല, പക്ഷെ ബൈബിൾ പഠിച്ചാൽ ഗുണപ്പെട്ടോളണമെന്നില്ല. മനസ്സിലായ വ്യത്യാസം? പക്ഷെ ഫ്രം മൈ എക്സ്പീരിയൻസ് ബൈബിൾ പഠിച്ചാൽ ഗുണപ്പെട്ട് കാണാറില്ല. ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ദാറ്റ്സ് ഇൻ മാത്യു 8:14 തുടങ്ങി വായിക്കുമ്പോൾ അതൊന്നും വായിക്കില്ലേ? പിന്നീട് യേശു പത്രോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അയാളുടെ ഭാര്യയുടെ അമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ തൊട്ടു, പനി വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ പരിചരിച്ചു. അന്ന് വൈകുന്നേരം പിശാച് ബാധിച്ച അനേകം പേരെ ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഒരു വാക്കുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ എല്ലാം സുഖപ്പെടുത്തുകയും ചെയ്തു. ഇത് യെശയ്യാ പ്രവാചകന്റെ ഈ വാക്കുകൾ നിറവേറാനായിരുന്നു. അവൻ നമ്മുടെ ദൗർബല്യങ്ങൾ ഏറ്റുവാങ്ങുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. നമ്മുടെ രോഗങ്ങൾ വഹിച്ചു. ഇത് വിശ്വസിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഹീലിംഗ് കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. ദൈവത്തിന് ജലദോഷം സുഖമാക്കുന്നതും ക്യാൻസർ സുഖമാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? അറിയോ? ജലദോഷമാണ് ഈസിയാ, ക്യാൻസർ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറയുന്നു. പക്ഷെ നമ്മളാണ് ഈ ഡിഫറെന്റ് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്. ദൈവമാണ്. സോ പിന്നെ രണ്ട് കാര്യം ഇന്ന് പ്രാർത്ഥനയെ കുറിച്ച് അറിയാവുന്ന സെലസ്റ്റിൽ മാത്യു ചാപ്റ്റർ 6 കർത്താവ് പറയുന്നത് ഇത് ഇങ്ങനെ ആയിരിക്കരുത്. കുറെ ഡൂസ് ആൻഡ് ഡൂ നോട്ട്സ് ഉണ്ടല്ലോ കർത്താവിന്റെ കാര്യത്തിൽ. ഇത് രണ്ട് ഡൂ നോട്ട് എന്ന് പറയുന്ന രണ്ട് കാര്യം. അപ്പം ലൂക്ക് ചാപ്റ്റർ 11 അപ്പസ്തലന്മാർ കർത്താവിനോട് ചോദിക്കുന്നതിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ ഓർക്കുന്നില്ലേ? സ്ഥലം എടുക്കേണ്ട ആവശ്യം, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് പ്രാർത്ഥിക്കാൻ അന്നേരം പ്രത്യേകം ഒരു യു പ്രേ ലൈക്ക് ദിസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പല സ്ഥലത്തും പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഈ മാത്യു ചാപ്റ്റർ 6 5 തുടങ്ങി വായിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിക്കണം. ഇംഗ്ലീഷ് ഇത്തിരി നല്ലത്. ഏതാനും കുഴപ്പമില്ല, വായിച്ചു. And when you pray, you shall not be like the hypocrites. അതെ, ഒരു കാര്യമാണ് പറഞ്ഞത്. വെൻ യു പ്രേ, നിങ്ങൾ കപടഭക്തരെ പോലെ. ഈ കപടഭക്തർ എന്ന് പറഞ്ഞാൽ ഈ ഹിപ്പോക്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രൈറ്റിന്റെ മലയാളം എന്താന്ന് പറയാം? നമ്മളിങ്ങനെ കപടഭക്തൻ എന്നൊക്കെ ഇച്ചിരി സൗന്ദര്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് മനസ്സിലാകുന്ന വേർഡ് എന്താന്ന് പറയാം ഹിപ്പോക്രൈറ്റിന്റെ മലയാളം? നടൻ. ഈ ഗ്രീക്കില് ഈ ഏറ്റവും നല്ല നടൻ എന്നുള്ളതിന് ബെസ്റ്റ് ഹിപ്പോക്രൈറ്റ് എന്നാ, ഏറ്റവും നല്ല നടൻ. അപ്പൊ നിങ്ങൾ നടന്മാരാകരുതെന്നാ ശരിക്കും പറഞ്ഞാൽ അതിന്റെ മലയാളം. ഇത്തിരി അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് നല്ല സഭ്യമായ വേർഡുകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നടന്മാരാകരുത്, മീൻസ് പ്രിറ്റൻഷൻ. അതൊന്ന് പാടില്ല. അന്ന് രണ്ട് കാര്യം രണ്ടാം അടിയിലോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 7ാം സെന്റൻസിൽ And when you pray, do not use vain repetitions as the heathen do. രണ്ട് കാര്യം അവിടെ ആ ചാപ്റ്ററിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. യു പ്രേ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് സ്വർഗസ്നായ പിതാവേ എന്നുള്ളൂ. അപ്പൊ അതിനുമുമ്പ് രണ്ട് പ്രീ കണ്ടീഷൻസ് പറഞ്ഞ് നമ്മൾ ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കാറുള്ളൂ, അല്ലെ? ആമൈ കറക്റ്റ്? കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതെന്ന്. അതിന് മുമ്പായിട്ട് കർത്താവ് ഒരു ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. ഗ്രൗണ്ട് ഇതാണ്: ഒന്ന്, നടനാകരുത്, അതായത് ആത്മാർത്ഥ ഹൃദയം, പരമാർത്ഥത ചെയ്യുന്നുണ്ട്. അല്ല നമ്മളാരും പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. തെറ്റ് ചെയ്താൽ തെറ്റാന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഹൃദയം നടനല്ലാത്ത അവസ്ഥ. ഇപ്പം ശൗലും പാപം ചെയ്തു, ദാവീദും പാപം ചെയ്തു. ശൗലിനോട് ചോദിച്ചപ്പോൾ ശൗല് പറഞ്ഞു പാപം ചെയ്തില്ല എന്ന് പറഞ്ഞു, അല്ലെ? എല്ലാം അനുസരിച്ചിട്ടാ വരുന്നല്ലേ. പക്ഷെ ദാവീദ് കവർ ചെയ്ത് വെച്ചെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൺഫസ് ചെയ്തു. പിന്നെ റിപ്പീറ്റഡ്ലി പറയുന്നില്ലേ, ദൈവമേ ഞാൻ നിനക്കെതിരെ പാപം ചെയ്തേ, അല്ലെ? അങ്ങനെ വായിക്കുന്നില്ലേ, നിനക്കെതിരെ തന്നെ പാപം ചെയ്തേ. ജോസഫ് പറയുന്നത് എന്താ? നിനക്കെതിരെ പാപം ചെയ്യാൻ, കർത്താവിനെതിരെ എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൾ സിൻ ഈസ് ആക്ച്വലി ബേസിക്കലി ഡയറക്റ്റഡ് അഗൈൻസ്റ്റ് ഗോഡ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യം ഈ കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രീ കണ്ടീഷനാണ്. ഒന്ന് ഹിപ്പോക്രൈറ്റ്, അല്ലെങ്കിൽ നമ്മള് വ്യാജഭാവം. അത് ഫസ്റ്റ് പീറ്ററിൽ അങ്ങനെയല്ലേ എഴുതി, വ്യാജഭാവം എന്ന് എഴുതിയിട്ടില്ലേ? ടൈറ്റസിൽ എഴുതിയിട്ടുണ്ട് അവര് വിശ്വാസികളെന്ന് നടിക്കുന്നെങ്കിലും അവരുടെ ജീവിതം കൊണ്ട് അവര്. അപ്പം ഒരു പ്രീ കണ്ടീഷനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും വലിയൊരു കാര്യം ഒരു പരമാർത്ഥത, സത്യസന്ധത. അത് ദെൻ രണ്ടാമത് ജാതികളെ പോലെ ആകരുത്. ജാതികൾ എങ്ങനെയാണ്?
അതായത് ഈ വേർഡ് ആ ദൈവം കേൾക്കുന്നതെന്നാണ്. അതാ ജാതികൾ പറഞ്ഞത് അതിഭാഷണം അല്ലെങ്കിൽ വെയിൻ റിപ്പീറ്റേഷൻസ്. പക്ഷേ ആകെ ഇവിടെ സുവിശേഷം പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് ഒന്ന് പെന്തിക്കോസ്ത് സഭയും ഒന്ന് ബ്രദർ സഭയെ രക്ഷിക്കപ്പെടുന്നത് പഠിപ്പിക്കുന്നത്. അല്ലാത്തവർ ഇങ്ങനെ ഒരു ഇൻഡയറക്ട്ലി ഒക്കെ പഠിപ്പിക്കും. ഇല്ലേ, നമുക്കിപ്പം ഇവിടുത്തെ മെയിൻ സ്ട്രീം ചർച്ചസിൽ എടുത്താൽ കത്തോലിക്ക, യാക്കോബ, മർത്തോമ, CSI, ഇത്രയൊക്കെ കേരളത്തിൽ വലിയ ചർച്ചസ് ഉള്ളൂ. ഇവിടെ വളർന്നു വന്നിട്ടുള്ള എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോട് രക്ഷിക്കപ്പെടണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന്. നോബഡി ആൻസേർഡ് ഇൻ എ പോസിറ്റീവ് അഫർമേറ്റീവ് വേയിൽ പറഞ്ഞിട്ടില്ല. അതായത് അവരൊക്കെ രക്ഷിക്കപ്പെട്ടെന്നുള്ള ഒരു മെന്റൽ സ്റ്റേജിലാണ് വളർന്നു വരുന്നത്. ആസ് എ കാത്തലിക് ഐ നെവർ ഹേർഡ് അബൌട്ട് ഇറ്റ്. ആ കേട്ടേക്കുന്നത് പെന്തിക്കോസുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് കേട്ടിട്ടില്ല. വേറെ ബൈബിളില് രക്ഷിക്കപ്പെടുക എന്നുള്ള വേർഡ് തന്നെ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? എവിടെ എഴുതിയിരിക്കുന്നു പറയാം, ഒരു സ്ഥലം ലൂക്ക് ചാപ്റ്റർ 13 കർത്താവിനോട് ചോദിക്കുന്ന ഒരു വേർഡ്. അത് നമ്മൾ അറിയേണ്ട കാര്യം. കാരണം അത് ഇറ്റ്സ് നോട്ട് എ പെന്തിക്കോസ്റ്റൽ ടെർമിനോളജി, അല്ലെങ്കിൽ ബ്രദറൻകാരുടെ ആരുടെ അല്ല, ഇറ്റ്സ് എ ബിബ്ലിക്കൽ ടെർമിനോളജിയാണ്. 22 തുടങ്ങി വായിക്കുമ്പോൾ ഭാഗം വായിക്കും. 13:20. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് പോയി. ഒരാൾ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? കണ്ടോ? അപ്പൊ അത് ഇംഗ്ലീഷിലാണ് വായിച്ചത്. 23. Then one said to him, Lord, are there few who are saved? കണ്ടോ? അപ്പൊ അത് ബൈബിളിന്റെ ഒരു കാര്യമാണ്. നമ്മളത് പലപ്പോഴും ഇപ്പൊ കത്തോലിക്ക സഭയെ ചോദിച്ചില്ല എന്നുള്ളത് കൊണ്ട് ബൈബിളിന്റെ സിലബസ് മാറുമോ? ഇല്ല. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. അപ്പൊ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ബിബ്ലിക്കൽ ടേമാണ്. അപ്പൊ നമ്മളീ പഠിക്കുന്ന എല്ലാം ജീവിക്കുന്ന എല്ലാം രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ബേസിക്കലി ദൈവത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ മീനിങ് എന്ന് പറഞ്ഞാൽ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം. അല്ല, വെറുതെ രക്ഷിക്കപ്പെടുക എന്നല്ല, നരകശിക്ഷയിൽ നിന്ന് നിത്യാഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം. അതിനുവേണ്ടി നമ്മളെല്ലാം ട്രൈ ചെയ്യുന്നേ. അപ്പോ ആ ഒരു ടെർമിനോളജി യൂസ് ചെയ്യാത്ത ഒരു ചർച്ചിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? കാരണം ഇതെല്ലാം ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിനാണ്, രക്ഷിക്കപ്പെടാൻ വേണ്ടിയാ, ഏത് തീന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. അപ്പൊ ആ ഒരു കാര്യത്തെക്കുറിച്ച് സൈലന്റ് ആ ഒരു ചർച്ച് മെൻഷൻ ചെയ്യുന്നില്ല. എന്താ നമുക്ക് അതിനെക്കുറിച്ച്? നമ്മൾ ലോകത്തിലാണെങ്കിൽ ഇപ്പം +2 പഠിക്കുന്ന പിള്ളേരുണ്ട്. +2 പഠിക്കുന്ന പിള്ളേര് അവിടെ ആ സിലബസ് പഠിപ്പിക്കുന്നില്ല. അവർ പരീക്ഷയുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അവിടെ എന്താ പറയുക, ഫുട്ടി കളിയുണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, ഡ്രാമയുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഈ സിലബസിനെ കുറിച്ച് മിണ്ടുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. ഇറ്റ്സ് നോട്ട് എ സ്കൂൾ അറ്റ് ഓൾ. അപ്പൊ ഈ നമ്മൾ നോക്ക്, അപ്പൊ ആൾക്കാർ പറയും നമ്മൾ ചർച്ചുകളെ കുറ്റം പറയുന്നൊന്നുമല്ല, ഇതൊന്നും ചർച്ചസ് അല്ല. അപ്പൊ കാത്തലിക് അതിന്റെ കൂടെ ആ ചർച്ച എന്നുള്ളത് മാറ്റി കളയാണ്, ഒരു കുഴപ്പമില്ല. ദൈവദൂഷണം മാറും അതിൽ നിന്ന്. കാത്തലിക്, ജാക്കബൈറ്റ്, മർത്തോമൈറ്റ്, CSI, അതിന്റെ കൂടെ ചർച്ച എന്നുള്ളത് മാറ്റി കളയണം. ചർച്ച എന്നുള്ള വേർഡിന് ആക്ച്വലി ഇറ്റ്സ് എ സെക്യുലർ വേർഡ്. ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് കൊണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയോട് ലിങ്ക് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാർലമെന്റ് ഈസ് എ ചർച്ച്, അസംബ്ലി ഈസ് എ ചർച്ച്. അസംബ്ലി ഓഫ് ഇലക്റ്റഡ് ആൾക്കാരെന്ന് അതിന് അർത്ഥമുള്ളൂ, അല്ലാതെ അതിന് സ്പിരിച്വൽ മീനിങ് ഇല്ല. പക്ഷെ ബൈ യൂസ് ഇറ്റ്സ് ബിക്കയും സ്പിരിച്വൽ ആയിരിക്കുന്നുള്ളൂ. അപ്പൊ ഇതില് രണ്ട് കാര്യം, പ്രീ കണ്ടീഷൻ ഒന്ന് ചിന്തിക്കണം. നമ്മളും അതിന് മുമ്പുള്ളത് പഠിച്ചതാ. ഒന്ന്, അതായത് പരമാർത്ഥത വേണം. നമ്മൾ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ സ്പിരിച്വലായിട്ട് സംസാരിക്കും, പക്ഷെ സ്പിരിച്വാലിറ്റി ഉണ്ടായിരിക്കത്തില്ല. ശരിയല്ലേ? നമ്മൾ ഇപ്പം ലോകത്തിന്റെ കാര്യം ആയിരിക്കും ഹൃദയത്തിൽ മുഴുവൻ, പക്ഷേ ആ രക്ഷിക്കപ്പെട്ടവരെ അടുത്ത് ചെല്ലുമ്പോൾ എല്ലാം സ്പിരിച്വലായിട്ട് സംസാരിക്കും. അപ്പൊ ഈ നടനായി മാറും അതിനകത്ത്. കർത്താവ് പറഞ്ഞേക്കുന്നത് അത് പാടില്ല. 2, ജാതികളെ പോലെ ആകാൻ പാടില്ല. ഈ ജാതികള് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് ഫസ്റ്റ് ഹാൻഡ് ഒരു ഇൻഫർമേഷൻ ഞാൻ പറയാം. ഞാൻ ഐ വാസ് ട്രാവലിംഗ്, മൂവാറ്റുപുഴയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് രാത്രി ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് ജോലി എവിടെയായിരുന്നു, സ്ഥിരം മീൻസ് എല്ലാ വീക്കെൻഡും. അപ്പൊ ഈ ശബരിമല സീസൺ വരുമ്പോൾ അതിനകത്ത് മുഴുവൻ ഈ അയ്യപ്പ ഭക്തന്മാരായിരിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്റെ അടുത്തിരുന്ന ഒരു അയ്യപ്പ ഭക്തന് ഭയങ്കര തലവേദന. അപ്പൊ ഇങ്ങനെ ക്രോസിനൊക്കെ 2-3 ക്രോസിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മറ്റേ ആളോട് ശരണം വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവന് പയ്യ തലവേദന പോളെ പതുക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓർക്ക വിളിക്കട സ്വാമി കേൾക്കട്ടെ എന്ന്. സോ അത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും ഈ ക്രിസ്ത്യൻഡം ഈസ് ഗോയിങ് ഇൻ ദി സെയിം വേ. ഉച്ചത്തിൽ ആരാധിക്കുന്നവർക്ക് കേൾക്കുന്ന കാര്യങ്ങളല്ലേ, കേട്ടിട്ടില്ലേ? എന്താ നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ പ്രസംഗം പറയുമ്പോൾ പ്രസംഗിക്കുന്ന ആൾ ചോദിക്കും, എന്താ ഇവിടെ ഒരു ഉണർവില്ലാത്ത, എന്താ ഇവിടെ ഹല്ലേലി ഇല്ലാത്ത, എന്താ എല്ലാ സ്തോത്രം ഇല്ലാത്ത? അപ്പൊ കുറെ പേര്
സ്പിരിച്വൽ ഡോങ്കീസ് ആർ ഓൾവേസ് എവരിവെയർ. അപ്പൊ കുറെ പേരിരുന്ന് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയും. കോമഡി ഇല്ല, കേട്ടിട്ടില്ലേ? അറ്റ്ലീസ്റ്റ് വരെ കേട്ടിട്ടുണ്ടാവും. എന്താ ഇവിടെ ഒരു ഉണർവില്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറെ പേര് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറയും. ഇതൊക്കെ ഈ മെനി ടൈംസ് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ആകരുതെന്ന്. എന്നിട്ട് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചേ. ഇപ്പൊ ജാതികൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ നാമങ്ങൾ ഉപയോഗിക്കുന്നില്ല, ബട്ട് ആസ് വി ആർ ഫ്രം ഇന്ത്യ ഈ നാമ ഉച്ചാരണമുണ്ട് ഇല്ലേ? സഹസ്രനാമം എന്നൊക്കെ കേട്ടിട്ട് മന്ത്രോച്ചാരണങ്ങള് ഇല്ലേ? ഇങ്ങനെ കഥകൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു ദൈവത്തിന്റെ നാമം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉരുവിടും. സെയിം വേ അതിന്റെ പതിപ്പാണ്. ഇപ്പൊ ആസ് എ കാത്തലിക് ഐ എം വെരി ഫെമിലിയർ വിത്ത് ഇറ്റ്. കൊന്താന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിനകത്ത് സെയിം പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യുക അല്ലേ? ഞാൻ പണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അതാ എനിക്ക് വൈകാട്ട് അറിയാം, അത് പറയാൻ കുഴപ്പമില്ല. നന്മ നിറഞ്ഞവർ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങനെയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ഞങ്ങളുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിശുദ്ധ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ, ആമേ. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ബൈബിളിൽ നിന്ന് കുറെ റെഫറൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിർത്തിയാൽ പോരെ? then again 10 times, then into 5. കർത്താവ് പറഞ്ഞ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ മോസ്റ്റ്ലി പെന്തിക്കോസ് പ്രാർത്ഥനകൾ തുടങ്ങുന്നത് ഹല്ലേലൂയ സ്തോത്രം 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 എന്ന് കുറേ പറഞ്ഞിട്ട് ബൈ ന്യൂ ടെസ്റ്റമെന്റിൽ ആകെ 4 തവണയെ ഹല്ലേലൂയ എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഈ പെന്തിക്കോസ് ചർച്ചിലെ മജോറിറ്റി ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ 10 തവണ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. ഇത് ചെയ്യരുതെന്ന് കർത്താവ് വിലക്കിയിരിക്കുന്ന കാര്യം. സോളി ആയിട്ടല്ലേ? അല്ലെങ്കിൽ എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് കർത്താവ് വിലക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, വെയിൻ ബാബിളിങ് ചെയ്യരുത്. ഇത് കർത്താവിന്റെ പ്രാർത്ഥനയിലേക്ക് കയറാനുള്ള പ്രീ കണ്ടീഷനാണ്. ഈ പണ്ടത്തെ കാലത്ത് SLC പാസ്സാകുമ്പോൾ അതിനകത്തൊരു സീലുണ്ടായിരുന്നു, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെ എലിജിബിൾ ഫോർ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ്. ഇത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് ഈ കർത്താവിന്റെ പ്രാർത്ഥനയിലേക്ക് കയറാനുള്ള ഒരു എലിജിബിലിറ്റിയാണ്. ഈ ജാതീയ പ്രാർത്ഥന കൾച്ചറിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഈ കപട അല്ലെ ഹിപ്പോക്രൈറ്റ് സ്വഭാവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കയറാൻ പറ്റുള്ളൂ. കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഡയറക്ട്ലി അഡ്രസ്സിങ് ടു ദി ഫാദർ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. മീൻസ് നമ്മുടെ ഒരു അപ്പന്റെ അടുത്ത് ചെന്നിട്ടേ നമ്മുടെ ഒരാവശ്യമായിട്ട് ചെന്നാല് നമ്മൾ ആദ്യം എന്തെങ്കിലും മുഖവരിയോടുകൂടിയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡാഡ് അല്ലെങ്കിൽ മമ്മ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് അഡ്രസ് ചെയ്ത അത് കർത്താവ് പഠിപ്പിച്ച കാര്യം, അബ്ബ പിതാവേ. അപ്പൊ ഈ ജാതീയ പ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടാതെ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന പ്രാർത്ഥനകളെല്ലാം ജാതീയ ലെവലിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ല. ഹിപ്പോക്രസി ഒരുപക്ഷെ ഇല്ലായിരിക്കും, എനിക്കായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ ജാതീയ കൾച്ചറാണ് ഈ വെയിൻ റിപ്പീറ്റേഷൻസ് അല്ലെ ആലോചിച്ച് വെക്കും. പക്ഷെ ഈ എന്താ പൂച്ചയ്ക്ക് ആരും മണി കെട്ടു എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ അങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ഈവിളായി മാറി. ഇപ്പൊ ആരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ഇനിയിപ്പം ഇപ്പം ഇങ്ങനെ പറയാറുണ്ട്, ഇനിയിപ്പോ പോപ്പ് മാറ്റണം എന്ന് വെച്ചാൽ കത്തോലിക് ചർച്ചിലെ ഈവിൾസ് മാറ്റാൻ പറ്റുമോ? നോബഡി ക്യാൻ കൺട്രോൾ ഇറ്റ്. ഇപ്പൊ എനിക്കറിയാവുന്ന എന്റെ കൺമുമ്പിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. പോൾ ആറാമൻ എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പ ഉണ്ടായിരുന്നു. പോൾ ആറാമൻ സെയിന്റ് ജോർജിനെ സെയിൻസിന്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റി. കാരണം അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല, അങ്ങനെ ഒരു സെയിന്റ് ജീവിച്ചിട്ടും ഇല്ല. നമുക്ക് തന്നെ കണ്ടറിഞ്ഞൂടെ പാമ്പിനെ കുത്തി കൊന്നു എന്നൊക്കെ പറഞ്ഞ് പാമ്പും വടിയായിട്ടിരിക്കുന്നത്. നെവർ ലീവ്ഡ്, നെവർ ഹാപ്പൻഡ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു കാലും കൈയൊക്കെ ഉള്ള പാമ്പ്, ആ പാമ്പിന്റെ അടുത്ത് ഒരു പെണ്ണിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുണ്ടോ? അതൊരു ഗ്രീക്ക് പേഗൻ സ്റ്റോറി അത്. അപ്പൊ ഇതൊക്കെ ചർച്ചിന്റെ ഇവരൊക്കെ സ്റ്റഡി ചെയ്തപ്പോൾ ഈ പോപ്പ് സെയിന്റ് ജോർജിനെ സെയിൻസിന്റെ ലിസ്റ്റിൽ നിന്ന് മാറി. എടത്വായാലും ഗീവർസ് ഉണ്ണിയാലും അവിടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ? പോപ്പ് മാറ്റിയാൽ മാറില്ല. കാരണം ഇത് ഡെമോണിക് പവർ അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയൊക്കെ വിഗ്രഹം ഉണ്ട് അതിന്റെ പിന്നിൽ പിശാചുണ്ട്. കാരണം ഐഡലാട്രിയുടെ പിന്നിൽ പിശാച് ഡയറക്റ്റ് ആയിട്ടുണ്ട്. നമ്മളതല്ലേ കാണുന്ന ഐഡലാട്രി. അപ്പൊ ഇതിനകത്ത് ഈ 2 കാര്യങ്ങളിൽ നമ്മളൊരു ഗ്രൗണ്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ SLC പാസ്സാകാതെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റാത്തതുപോലെ ഈ ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥനയിലേക്ക് കയറാനേ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്ന കർത്താവിന്റെ പ്രാർത്ഥനയിൽ ആരും കയറുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കിട്ടുന്നില്ല, ഒന്നും സംഭവിക്കുന്നുമില്ല. അപ്പൊ ഇതില് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക, അതായത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ കർത്താവ് ഇതില് ഡൂസും ഡൂ നോട്ട്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡൂ നോട്ട് അപ്പൊ നമ്മൾ കണ്ടേ, ഒന്ന് ഹിപ്പോക്രസി പാടില്ല, കള്ളത്തരം പാടില്ല, പരമാർത്ഥത വേണം, തെറ്റ് ചെയ്താൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത ആത്മീയത നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. പലരും ഈ
പ്രാർത്ഥനയിലൊക്കെയുള്ള ഭക്തിയുള്ളൂ മനുഷ്യർക്ക്, ജീവിതത്തിലൊരു ഭക്തിയും കാണത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പം എന്താ പറയുന്നത്, പണത്തെ സ്നേഹിക്കുന്നതിന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. മെനി ടൈംസ് നാളെക്കുറിച്ച് വറീസ് കാണും, വ്യാകുലത കാണും. നാളെക്കുറിച്ച് വ്യാകുലത പാടില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അല്പവിശ്വാസികൾ എന്തിനും വ്യാകുലപ്പെടുന്നു? അപ്പോൾ വിശ്വാസമില്ലെങ്കിൽ നമുക്കൊന്നും കർത്താവിൽ നിന്ന് കിട്ടില്ല. ദെൻ അപ്പം ഇവിടെ പറഞ്ഞു, ദെൻ ജാതികളെ പോലെയുള്ള പ്രാർത്ഥന പാടില്ല. നമുക്ക് ഈ വെയിൻ റിപ്പീറ്റീഷൻസ്, ഇത് ക്രിസ്ത്യാനിറ്റി റിപ്പൾസീവ് ആക്കുമല്ലേ. ആൾക്കാർ കാണുമ്പോൾ ഇത് ഇല്ലേ റിപ്പൾസീവാ, അല്ല ഇതിനകത്ത് ഒരു അട്രാക്ഷനും ഇല്ല. ദെൻ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിച്ചത്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ. 1 Peter 3 3:7 അതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകപൂർവം നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുക. ദുർബലകളാണെങ്കിലും ജീവന്റെ കൃപയിൽ കൂട്ടവകാശികളാകിയാൽ സ്ത്രീകളെ ബഹുമാനിക്കുക. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകൾ തടസ്സപ്പെടാതിരിക്കാനാണ്. ഞാനിപ്പോൾ അതൊന്ന് ജനറലൈസ് ചെയ്യുന്നില്ല. സ്റ്റിൽ ഇപ്പോൾ ഹ്യൂമൻ റിലേഷൻസ് ക്യാൻ ബ്ലോക്ക് യുവർ ആൻസേർഡ് പ്രേയേഴ്സ്. അത് ഇംഗ്ലീഷിൽ വായിക്കണം, 7 വ്യത്യാസമാണ്. Husbands likewise dwell with them with understanding, giving honor to the wife as to the weaker vessel, and as being heirs together of the grace of life, that your prayers may not be hindered. അത് NIV-യിൽ നോക്കി. Husbands, in the same way, be considerate as ye live with your wives, and treat them with respect as a weaker partner, and as heirs with you of the gracious. Amplified നോക്കി. In the same way, you husbands, live with your wives in an understanding way. അണ്ടർസ്റ്റാൻഡിങ് ഒരുപാടാണ്. ഞാൻ അതുവരെ ഇതിലെല്ലാം രണ്ടിലും മിസ് ചെയ്തു. ഒന്നുകൂടെ വായിച്ചു. In the same way, you husbands, live with your wives in an understanding way, as with someone physically weaker, since she is a woman. Show her honor and respect as a fellow heir of the grace of life, so that your prayers will not be hindered or ineffective. പക്ഷെ അവിടെ നമ്മള് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ഇസ് ബേസിക് ഹ്യൂമൻ റിലേഷൻ എന്നുള്ള രീതിയിലാണ്. എനി ഹ്യൂമൻ റിലേഷൻ നമ്മൾ ആദ്യം വായിച്ചില്ലേ, സന്തുക്ക ഉന്തുക്ക ബ്രോക്കൺ റിലേഷൻ, നിങ്ങൾ പരസ്പരം പാപമായിട്ട് പറയുക. ഹ്യൂമൻ റിലേഷൻസ് ബ്രോക്കൺ ആണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സം. എനി ഹ്യൂമൻ റിലേഷൻ. ഇപ്പം ആരെങ്കിലുമായിട്ടൊരു, നമ്മൾ ആദ്യം പഠിച്ചത് മാർക്ക് 11 ഓർക്കുന്നോ? അതിനകത്തൊരു കണ്ടീഷൻ എന്തായിരുന്നു? പ്രിൻസി ഓർക്കുന്നോ? മാർക്ക് 11 നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചു തുടങ്ങിയത്. ചാപ്റ്റർ 11 ഓർക്കുന്നില്ല? അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെ, ആരോടെങ്കിലും വല്ല വിരോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് ഹ്യൂമൻ റിലേഷൻസ് ശരിയല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഓർക്കും, നാട്ടിൽ നിന്നുള്ള പണ്ട് ലോങ് ബാക്ക് എൻ്റെ അയലക്കത്ത് 2 ചേട്ടനനിയന്മാരുടെ വീടുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമില്ല, മിണ്ടുമില്ല, സംസാരിക്കില്ല. എനിക്കറിയാം. അപ്പം ഈ രണ്ടുപേരും പള്ളി പോകും. അതിനോ ഈ പള്ളി പോയിട്ട് വന്ന വഴിക്ക് ഒരാൾ വീട്ടിൽ കയറിയപ്പോൾ ഈ പുള്ളി പറയാം മറ്റേ ആളുടെ കാര്യങ്ങൾ. അവർ തമ്മിൽ വഴിക്ക് വെച്ച് കണ്ടാൽ മിണ്ടുമില്ല, കയറി ഇറങ്ങുമില്ല. സോ ഇറ്റ്സ് ടോട്ടലി ബ്രോക്കൺ റിലേഷൻ. സ്വന്തം ചേട്ടനും അനിയനും. പക്ഷെ പള്ളിയിൽ രണ്ടുപേരും ഭക്തരാ. ഇത് ആക്ടിങ്. ഇതാണ് ഒരു ഹിപ്പോക്രസി. ആൻഡ് അഗെയിൻ അത് ഹിപ്പോക്രസിയാണ്. കാരണം ഒരു ഹ്യൂമൻ നോക്ക്, കർത്താവുമായിട്ടുള്ള രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിന് ബേസിക്കലി ഒരു റിക്കൺസിലിയേഷൻ. ആമൈ കറക്റ്റ്? ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുന്ന രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. നമുക്ക് പരസ്പരം, അതായത് ക്രോസിനൊരു വെർട്ടിക്കൽ ലാമുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ലാമുണ്ട്. ദൈവമായിട്ട് നിരപ്പ്, മനുഷ്യനുമായിട്ട് നിരപ്പില്ലാതെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. നമുക്ക് നമ്മൾ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ സ്ഥലങ്ങൾ എടുക്കുന്നില്ല, എന്റെ സമയം കഴിഞ്ഞു. ഇപ്പൊ ആഖാൻ പാപം ചെയ്തു, ആഖാനെ എല്ലാം എലിമിനേറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേട്ടെന്നൊരു ഉത്തരയില്ലേ. ദെൻ മറ്റേ ഗിബിയോനൈറ്റ്സ്, മറ്റേത് ദാവീദിന്റെ കാലത്ത് 3 വർഷം ക്ഷാമം ഉണ്ടായി. അപ്പോൾ ആ ഗിബിയോനൈറ്റ്സ്, ഞാൻ കൊന്ന കാര്യമല്ല പറയുന്നത്, ഗിബിയോനൈറ്റ്സുമായിട്ട് റിക്കൺസൈൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത്, അല്ലേ? അല്ലാതെ ദൈവം പിള്ളേരെ കൊല്ലാൻ ഡിമാൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അത് വായിക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുന്നല്ലേ. കാരണം ഗിബിയനൈറ്റ്സിന്റെ ഡിമാൻഡായിരുന്നു അത്, അല്ല ദൈവം. നമ്മളത് വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും ദൈവം അത് ആവശ്യപ്പെട്ടെന്നോ. അതായത് ഗിബിയനൈറ്റ്സുമായിട്ടൊരു കവനന്റ് ഉണ്ടായിരുന്നു, അവര് അൺഹാപ്പിയായി, ഇതവർ ഡിമാൻഡ് ചെയ്തു.
അതിനകത്ത് ഒരു നെഗോഷിയേഷനും ദാവീദ് ചെയ്തില്ല. കാരണം സ്ക്രിപ്ചറൊക്കെ ഉണ്ട്, അപ്പന്റെ തെറ്റിന് മക്കളെ ശിക്ഷിക്കുന്നൊക്കെ വചനമുള്ളതാ അല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് ദാവീദ് ചെയ്ത കാര്യത്തിൽ വിധിക്കാൻ പോകേണ്ട ആവശ്യം നമുക്കില്ല. അറ്റ് ദി സെയിം ടൈം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തപ്പോഴാണ്. am I correct? ഇപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആരോടെങ്കിലും വല്ല വിരോധം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഒരു ക്രിസ്ത്യൻ മസ്റ്റ് ബി ടോട്ടലി റിക്കൺസൈൽഡ്. ഒരു ബ്രോക്കൺ ഹ്യൂമൻ റിലേഷൻ. അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ ഇഷ്ടമില്ലാത്തവരുടെ വീട്ടിൽ പോയി തെറി കേൾക്കണമെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. നോ, ഹാർട്ട്, ഹൃദയത്തില് ഒരു പകയും പണക്കവും ഉണ്ടെങ്കിൽ സ്വർഗം അടഞ്ഞിരിക്കും. വെറുതെ വേസ്റ്റാ. പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വായിക്കുന്നില്ല, ഈ ഡ്യൂട്രോമി 29 വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് കവനന്റ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആകാശം പിത്തള പോലെ ആവുന്നത് വായിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ. എനി ബ്രോക്കൺ ഹ്യൂമൻ റിലേഷൻ, നമുക്ക് ഹൃദയത്തിൽ ആരോടെങ്കിലും വല്ല പകയും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു വേസ്റ്റ് ടൈം ഇൻ ദി പ്രേയേഴ്സ്. ഒരു കാര്യമില്ല, ദൈവം ആൻസർ തരില്ല. അപ്പൊ ഇവിടെ ഈ 7ാമത്തെ സെന്റൻസേ ഒന്നുകൂടെ വായിച്ചു. ബെൻസി ഫസ്റ്റ് പീറ്റർ 3:7 അതാണ് നമ്മൾ വായിച്ചത്. Husbands likewise dwell ഈ മോളുടെ NIV എന്ന് വെച്ചു. Husbands, in the same way. The same way. Husband, likewise. Likewise നമ്മൾ ആർക്കെങ്കിലും ഒരു ലെറ്റർ എഴുതുമ്പോൾ likewise എന്ന് തുടങ്ങും. likewise അതിന് മുമ്പുള്ള കാര്യമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. am I correct? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹസ്ബൻഡ്സിനുള്ള ഇൻസ്ട്രക്ഷനെ കാണുന്നത് അത് തുടങ്ങുന്ന ലൈക്വൈസ് എന്നാ. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ വീനയ്ക്ക് മനസ്സിലായി? അതിന് മുമ്പിൽ പറഞ്ഞേക്കുന്ന കാര്യം പറഞ്ഞിട്ടാ ലൈക്വൈസ് എന്നാ പറഞ്ഞേക്കുന്നത്. അതിന്റെ 4 അതിന്റെ 1 to 6 ലൈക്വൈസാ. വായിച്ചോ, ബാബു വായിച്ചോ. അതുപോലെ ഭാര്യമാരെ. അല്ല, അത് ഭാര്യമാര് വായിക്കുന്ന നല്ലതാണ്. സിനി വായിച്ചു. അല്ല, അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ലൈക്വൈസ് എന്നാ. അപ്പൊ അതിന്റെ പുറകെ പോണം. ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാണെങ്കിൽ അതിന്റെ. എന്നാല് 21 തുടങ്ങി വായിച്ചാല് എല്ലാ ലൈക്വൈസിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. 2:21 തുടങ്ങി വായിക്കുമ്പോ എന്നാ ബാബു വായിച്ചു. കാരണം ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ക്രിസ്തുവ് നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അവന്റെ കാലടികളെ പിന്തുടരാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ ഒരു പാപവും ചെയ്തില്ല, അവന്റെ അധരങ്ങളിൽ ഒരു വഞ്ചനയും കാണപ്പെട്ടതുമില്ല. പരിഹസിക്കപ്പെട്ടെങ്കിലും അവൻ തിരിച്ചു പരിഹസിച്ചില്ല, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആരെയും അവൻ ഭീഷണിപ്പെടുത്തിയില്ല. മറിച്ച് ന്യായമായി വിധിക്കുന്നവനിൽ അവൻ വിശ്വാസം അർപ്പിച്ചു. നാം പാപത്തിന് മരിച്ചു നീതിക്കായി ജീവിക്കാൻ വേണ്ടി അവൻ നമ്മുടെ പാപങ്ങളെ സ്വശരീരത്തിൽ വഹിച്ചു കുരിശിലേറി. അവന്റെ മുറിവുകൾ വഴി നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. വഴിതെറ്റിയ ആടുകളെ പോലെ അലയുകയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും മേലന്വേഷകനുമായവന്റെ അടുക്കൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. അതുപോലെ ഭാര്യമാരെ. അപ്പൊ അവിടെ ലൈക്വൈസ് എന്ന് പറഞ്ഞേക്കുന്നത് ഏത് കർത്താവിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? അതായത് ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. പരിഹസിക്കപ്പെട്ടെങ്കിലും തിരിച്ച് പരിഹസിച്ചില്ല, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആരെയും അവൻ ഭീഷണിപ്പെടുത്തിയില്ല, മറിച്ച് ന്യായമായി വിധിക്കുന്നവനിൽ അവൻ വിശ്വാസം അർപ്പിച്ചു. അതായത് സാഹചര്യങ്ങൾക്ക് സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല, കർത്താവിൽ വിശ്വാസം അർപ്പിച്ചു. കാരണം ഇൻജസ്റ്റിസാണ് കിട്ടിയത് അല്ലേ, ഭയങ്കര ഇൻജസ്റ്റിസ്. അതായത് അതിന് മുമ്പ് പറഞ്ഞേക്കുന്നുണ്ടോ, അവന്റെ കാലടികളെ പിന്തുടരാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു, അവൻ ഒരു പാപവും ചെയ്തില്ല. അപ്പൊ നമ്മൾ ആ കാറ്റഗറി വരുന്നില്ല. നമുക്ക് എന്ത് വന്നാലും വി ആർ ഡിസേർവിങ് അല്ലേ, അത് നമ്മുടെ കയ്യിലിരിപ്പോൾ നല്ലതാണ്, ഒന്നുമല്ല. അപ്പൊ ഇതില് അവൻ ഒരു പാപവും ചെയ്തില്ല, അവന്റെ അധരങ്ങളിൽ ഒരു വഞ്ചനയും കാണപ്പെട്ടതുമില്ല, പരിഹസിക്കപ്പെട്ടെങ്കിലും തിരിച്ചു പരിഹസിച്ചില്ല, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആരെയും അവൻ ഭീഷണിപ്പെടുത്തിയില്ല, മറിച്ച് ന്യായമായി വിധിക്കുന്നവനിൽ അവൻ വിശ്വാസം അർപ്പിച്ചു. ഇനിയുള്ള 2 സെന്റൻസ് വായിക്കണ്ട. ലൈക്വൈസ് ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക. ലൈക്വൈസ. കാരണം ഹി വാസ് ഓൾമൈറ്റി ഗോഡ്. ഭീഷണിപ്പെടുത്തിയപ്പോൾ തിരികെ ഭീഷണിപ്പെടുത്തിയില്ല, പരിഹസിച്ചപ്പോൾ തിരികെ പരിഹസിച്ചില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, ന്യായമായി വിധിക്കുന്നവനിൽ
വിശ്വാസം അർപ്പിച്ചു. ലൈക്ക് വൈസ് മെനി ടൈംസ് ഭാര്യമാർക്ക് ഇൻജസ്റ്റിസ് ആയിരിക്കും ഭർത്താക്കന്മാരിൽ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പീഡകളായിരിക്കും. ബട്ട് ലൈക്ക് വൈസ് ദൈവത്തിൽ ഫലം ഏൽപ്പിച്ചു കർത്താവ്. അതിനോട് വായിച്ചു വന്നിട്ട് അപ്പോൾ അവിടെ കുറെ ഉപദേശം തന്നേക്കുവാണ്. നിങ്ങളുടെ ആദരപൂർവ്വം നിർമ്മലമായ പെരുമാറ്റം കണ്ടിട്ടാണ് ഇത് സാധിക്കേണ്ടത്. പിന്നെ മുടി, സ്വർണ്ണാഭരണങ്ങൾ, വിശിഷ്ട വസ്ത്രങ്ങൾ തുടങ്ങിയ ബാഹ്യമോടികളായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം, മറിച്ച് സൗമ്യതയും ശാന്തതയുമാകുന്ന ആത്മാവ് എന്ന അനശ്വര രത്നത്തോടു കൂടിയ ഹൃദയത്തിലെ നിഗൂഢ വ്യക്തി ആയിരിക്കണം നിങ്ങളുടെ അലങ്കാരം. അതാണ് ദൈവദൃഷ്ടിയിൽ അമൂല്യം. അബ്രാഹമിനെ അനുസരിക്കുകയും നാഥ എന്ന് വിളിക്കുകയും ചെയ്ത സാറായെ പോലെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ ഇങ്ങനെ സ്വയം അലങ്കരിച്ച് തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരുന്നു. നന്മ ചെയ്യുകയും ഒന്നിലും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളും അവളുടെ മക്കളായിത്തീരും. ലൈക്ക് വൈസ്. അപ്പൊ ഇവിടെ ഭാര്യമാരോട് കുറച്ച് കാര്യം പറഞ്ഞു. ലൈക്ക് വൈസ് എന്ന് പറഞ്ഞാൽ സെയിം വേ ഐ എം ഗിവിംഗ് ആൻ ഇൻസ്ട്രക്ഷൻ ഫോർ ദി ഹസ്ബൻഡ്സ് എന്നാണ്. അപ്പൊ ഇത് രണ്ടുപേർക്കും കൂടെ ഉള്ള ലൈക്ക് വൈസ് ആണ് ഈ 3ന്റെ സ്റ്റാർട്ടിങ്ങിൽ. കാരണം അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ, കർത്താവിന്റെ എക്സാമ്പിൾ രണ്ടുപേർക്കും ബാധകമല്ലേ. അപ്പോ അതിൽ ഇത്തരം കാര്യം ശ്രദ്ധിക്കണ്ടേ. ഒരു പാപം അതും നമ്മൾ എലിജിബിൾ അല്ല. പരിഹസിക്കപ്പെട്ടെങ്കിലും തിരിച്ച് പരിഹസിച്ചില്ല. ഇത് രണ്ടുപേർക്കും ബാധകമായി. ലിവിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ. അപ്പൊ ഭാര്യയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഭർത്താവിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതിലൊരു കാര്യം രണ്ടുപേർക്കുള്ള മാതൃകയെ പറഞ്ഞ് ലൈക്ക് വൈസിന് മുമ്പ് പറഞ്ഞേക്കുന്നത് പരിഹസിക്കപ്പെട്ടെങ്കിലും തിരിച്ച്, അതായത് പരിഹാസമൊന്നുമല്ല, നോ ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ശരി, ഭർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തു, അത് കാരണം ഞാൻ അങ്ങോട്ട് ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ട് തിരികെ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. കേട്ടിട്ടില്ലേ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായിരുന്നു. കേട്ടില്ലേ? മമ്മി കേട്ടിട്ടില്ലേ പിള്ളേർ പറയുന്നത്? മിണ്ടാതിരുന്ന് കേൾക്കുമ്പോൾ ഈ 39 സങ്കീർത്തനത്തിലൊരു വേർഡുണ്ട്, ഞാൻ നിശബ്ദനായിട്ട് എന്റെ ചങ്കിനകത്ത് ചൂട് പിടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നങ്ങ് പൊട്ടിച്ചെതറി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു എനർജി റിലീസായി. അപ്പൊ ഇവിടെ നോട്ട് ടിറ്റ് ഫോർ ടാറ്റ്. പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആരെയും അവൻ ഭീഷണിപ്പെടുത്തിയില്ല. അപ്പൊ ഇത് എന്താ പറയുന്നത്? പീഡിപ്പിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാല് അടിപിടിയൊന്നുമല്ല, എന്തെങ്കിലും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട പലതരം പീഡനങ്ങളില്ലേ. അപ്പോൾ പറയാം, അപ്പം ഭീഷണിപ്പെടുത്താൻ പല അപ്ലയൻസ് ഉണ്ട് ഇല്ലേ. അല്ലെങ്കിൽ മീൻസ് ഇപ്പൊ പെണ്ണിന് സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ് എടുത്തിട്ട് നോ ഐ എം ഗോയിങ് ടു ഡു ദിസ് വൺ, അല്ലെങ്കിൽ ഇത് അല്ല എൻ്റെ ചിലപ്പം പെണ്ണിന്റെ സ്ട്രെങ്ത് വീട്ടുകാർ വലിയ ചട്ടമ്പികളായിരിക്കും. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയട്ടെ. അപ്പൊ ഈ ഭർത്താവിന് ചെറിയൊരു പേടി വരും, കാരണം ഈ ഫിസിക്കൽ പേടി എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം എന്താണ് ഭീഷണിപ്പെടുത്താനായിട്ട് ഭീഷണിപ്പെടുത്തിയില്ല, പക്ഷെ ഒരു കാര്യം ചെയ്തു. അതാണ് ഇത് രണ്ടുപേർക്കും ബാധകം. ഇപ്പൊ ഭാര്യ ശരിയല്ലെങ്കിലും ഭർത്താവ് ശരിയല്ലെങ്കിലും ഒരു സൊല്യൂഷൻ വരാത്തതിന്റെ റീസൺ ഈ ഹ്യൂമൻ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാ. ടിറ്റ് ഫോർ ടാറ്റ് മറുപടി കൊടുക്കും, ദെൻ ഭീഷണിപ്പെടുത്തും. അറ്റ് ദി സെയിം ടൈം ന്യായമായി വിധിക്കുന്നവനിൽ വിശ്വാസം അർപ്പിച്ചാൽ, ഇത് അർപ്പിക്കാത്തതുകൊണ്ട് പലപ്പോഴും ഉത്തരം വരാത്തത്. കാരണം ഇതിന് മാനസാന്തരം വേണം, ഹ്യൂമിലിറ്റി വേണം, എന്താ പറയുന്നത്, കർത്താവിൽ വിശ്വാസം വേണം, ഇതൊക്കെ വേണം. അതുകൊണ്ട് ഈ ഹ്യൂമൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ പടക്കോപ്പുകൾ ജഡികങ്ങളല്ല, കോട്ടകളെ തകർക്കാനുള്ള ദൈവിക ശക്തി അതിനുണ്ട്. എവിടെയാ ബെൻസിപ്പെട്ടെന്ന് ബുക്ക് പറഞ്ഞാൽ മതി. കിച്ചു മീഡിയ ഒരെണ്ണം പറഞ്ഞു, അത് ചിലപ്പോ ശരിയാവും. അപ്പൊ 2 Corinthians ആണ്. അപ്പൊ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പടക്കോപ്പുകൾ ഏതാ? തിരികെ ഭീഷണിപ്പെടുത്തുന്നതല്ല, ടിറ്റ് ഫോർ ടാറ്റു അല്ല. പക്ഷെ നമ്മുടെ ആയുധം എന്ന് പറയുന്നതാണ് കോട്ടകളെ തകർക്കാനുള്ള ദൈവിക ശക്തി. നമ്മൾ ഉപയോഗിക്കുന്നതിനൊക്കെ ശക്തി കുറവാണ്. ആക്ച്വലി ഹ്യൂമൻ വെപ്പൺസിനൊന്നും ഒരു ശക്തിയില്ല. നമ്മൾ വിചാരിക്കുന്നതിന് ശക്തിയുണ്ടെന്ന്. ബട്ട് ഈ ആയുധം പ്രയോഗിക്കാത്തതാണ് മെയിൻ ഫെയിലിയർ. എല്ലാ ഹ്യൂമൻ റിലേഷനിലെ ഫെയിലിയറിന്റെ കാരണം ഇതാണ്. അതായത് ന്യായമായിട്ട് വിധിക്കുന്നവനിൽ വിശ്വാസാർപ്പിച്ച് അടങ്ങിയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക, അല്ലേ? ശാന്തമായിട്ട് ഞാൻ ദൈവമെന്ന് അറിയുക. അതെവിടെയാ ബീന? കാറ് ഫുൾ മാർക്കാം. അതായത് Psalm 48:10 ഒന്ന് വായിച്ചെങ്കിൽ.
വായിക്കും. തെറ്റാണ്. 46 verse 48? 46. 46 verse 10. Yeah, correct. വായിക്കോ. 46:10. ശാന്തമാവുക, ഞാനാണ് ദൈവം എന്നറിയുക. ഈ അതുകൊണ്ട് പലപ്പോഴും ഈ ശാന്തമാകാത്തതുകൊണ്ട് ദൈവത്തെ കാണാനും അറിയാനും പറ്റുന്നില്ല. ശാന്തമാവുക, ഞാനാണ് ദൈവം എന്നറിയുക. പക്ഷേ ഈ ഭീഷണിപ്പെടുത്തുമ്പോൾ ശാന്തമാവില്ല. ടിറ്റ് ഫോർ ടാറ്റ് പറയും. ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ ന്യായമായിട്ടുള്ള വിധി കിട്ടുന്നില്ല ജീവിതത്തിൽ. ന്യായമായിട്ട് വിധിക്കുന്നവനിൽ വിശ്വാസം അർപ്പിച്ചാൽ അത് ആറ്റം ബോംബിന്റെ പവറായിരുന്നു. നമ്മുടെ പടക്കോപ്പുകൾ ജഡികങ്ങളല്ല. ജഡികമായിട്ടുള്ള പടക്കോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പിശാചിന്റെ കോട്ടകൾ തകരുന്നില്ല. കാരണം ഇത് വലിയ ഡൈനാമൈറ്റ് പവറാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്, ശക്തിയുടെ ഗ്രീക്ക് വേർഡ് എന്താ, ഞാൻ സാധനം എല്ലാവർക്കും അറിയാവുന്ന എന്താ, ഡൈനാമൈറ്റിന്റെ വേർഡ് ഡുനാനിസ്. ഡൈനാമൈറ്റാ. കാരണം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ശക്തി ഡൈനാമൈറ്റിന്റെ പവർ തകർക്കുന്ന, ക്രഷ് ചെയ്യുന്ന ശക്തിയാണ്. പക്ഷെ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കില്ല, നമ്മുടെ വെപ്പൺസ് ഉപയോഗിക്കും. അതുകൊണ്ട് ഈ കോട്ടകൾ തകർക്കാൻ പറ്റുന്നില്ല. കോട്ടകൾ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ നമ്മൾ പ്രാർത്ഥനയ്ക്കുള്ള പ്രീ കണ്ടീഷൻസ് ആണ്: ഒന്ന്, പരമാർത്ഥത വേണം ജീവിതത്തിൽ. ഡോണ്ട് ലിവ് ആസ് ആൻ ആക്ടർ, ഹിപ്പോക്രൈറ്റ് ആകരുത്. രണ്ട്, ജാതികളുടെ കൾച്ചർ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇസ്രായേലിന്റെ ദൈവത്തെ സെർവ് ചെയ്തിരുന്നവര്, അവർക്കെല്ലാം അറിയായിരുന്നു ഗോഡ് ഈസ് എ വെരി പ്രസന്റ് ഹെൽപ്പ് അറ്റ് ദി ടൈം ഓഫ് നീഡ്. തന്നെ വിശ്വസ്തതാപൂർവ്വം വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. ഹൃദയം തകർന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. ഈസ് എ വെരി പ്രസന്റ് ഹെൽപ്പാണ് ഇത്. പിന്നെ എന്നിട്ട് ഏലിയയുടെ പ്രാർത്ഥന പറഞ്ഞു. അതിനു മുമ്പ് ഏലിയയുടെ എക്സാമ്പിൾ സൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞേക്കുന്ന മോറൽ കാര്യം എന്താ ബെൻസി? അറിയാം, സ്റ്റിൽ ഞാൻ പറയാം. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഏലിയ എക്സാമ്പിൾ. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി അധര വ്യായാമത്തിലോ വേർഡുകളിലോ ഇതിലൊന്നുമല്ല. യുവർ ലൈഫ് വിത്ത് ഗോഡ്, നീതിമാന്റെ, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം. ലോകത്തിൽ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് പ്രൈം മിനിസ്റ്ററുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ ഫോൺ ചെയ്ത കാര്യം നടക്കും. ദൈവമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ആറ്റം ബോംബിന്റെ ശക്തിയാണ്. So let us lead a righteous life according to scripture.